ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട ബിരിയാണി റെസിപ്പി ഉണ്ടല്ലോ. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഡാൽഡയും കുറച്ച് ഓയിലും ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായി വാട്ടിയെടുക്കാം. അത് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മരുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തൈരും കൂടി ചേർത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി കൂടി ചേർത്ത് അരിയുടെ ഡബിൾ വെള്ളം കൂടി ചേർക്കാം കേട്ടോ. ഇനി ആ വെള്ളത്തിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റും കുറച്ച് ഉപ്പും കുറച്ച് സ്പൈസും കൂടി ചേർത്തിട്ട് കുക്കർ ഇറക്കാം കേട്ടോ. ഒരു വിസിൽ വരുന്ന സമയത്ത് നമുക്ക് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി നോക്കാം. ഇനി അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെറുതെ പറയുന്നല്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ചൂട് മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ടാറ്റാ.